ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൗമ്യാസ് ലേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് സയൻസ് ഗ്രൂപ്പിലെ +1 മാത്തമാറ്റിക്സ് ആണ്. അതിലെ ആദ്യ ചാപ്റ്ററായ സെറ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ സെറ്റിനെ കുറിച്ച് ഡെഫിനിഷനും അത് റെപ്രസെന്റ് എങ്ങനെ ചെയ്യുന്നുവെന്നും പഠിച്ചായിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ x² + x - 2 = 0 ഇൻ റോസ്റ്റർ ഫോം. അതായത് ഇതിന്റെ സൊല്യൂഷനെ എന്ത് ഫോമിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് x² + x - 2 = 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് -2ഉം ആ നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 1 കിട്ടണം. അപ്പോ ഏതൊക്കെയോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -2ഉം അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 1 കിട്ടണം. ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത്? ഏതൊക്കെ നമ്പേഴ്സ് ആണ്? നമുക്കറിയാലോ, 1ഉം 2ഉം ആയിരിക്കും അല്ലെ. 1 × 2 എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പൊ ഇനി നമ്മൾ സൈൻ നോക്കിയാൽ മതി. ഇത് അതേപോലെ തന്നെ 1 കിട്ടണം. അതായത് എ ബി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് -2 കിട്ടണം. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? +1 കിട്ടണം. അത് ഏതൊക്കെ നമ്പേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ആദ്യം a = -2 കൊടുത്തു നോക്കാം. ബിക്ക് 1 കൊടുക്കാം. നോക്കണേ, -2 × 1 നമുക്ക് -2 × 1 എന്ത് കിട്ടി? -2 കിട്ടുന്നുണ്ടല്ലോ. അത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. -2 + 1 എന്ത് കിട്ടിയുള്ളൂ? -1 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം, +1 കിട്ടണം. പക്ഷെ കിട്ടിയില്ലല്ലോ, -1 അല്ലേ കിട്ടിയത്. അടുത്ത് നമുക്ക് നോക്കാം. a = -2 b = -1 കൊടുത്തു നോക്കാം. -2 × -1 ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. -+- ആണ്. 2 × 1 2 അല്ലേ കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? -2 ആണ് കിട്ടേണ്ടത് അല്ലേ. പക്ഷെ നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പൊ ഇത് ഈ നമ്പേഴ്സ് അല്ലല്ലോ. അപ്പൊ ഈ നമ്പറും അല്ല, ഈ നമ്പറും അല്ല. ഇനി നമുക്ക് അടുത്ത നമ്പർ അടുത്ത സൈൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഏതൊക്കെ കൊടുക്കാം? a = 2 b = -1 കൊടുത്തു നോക്കാം. എക്ക് 2ഉം ബിക്ക് -1ഉം കൊടുത്തു നോക്കാം. ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. 2 × -1 എന്ത് വരും? -2 വരും. കിട്ടിയല്ലോ. a b = -2. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 2 + -1 പ്ലസ് ഇൻറ്റു മൈനസ് അല്ലേ. 2 - 1 = 1 കിട്ടിയല്ലോ. അതായത് a + b ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? 1ഉം കിട്ടി. അപ്പോ ഇത് സാറ്റിസ്ഫൈഡ് ആയി. അപ്പോ എയുടെ വാല്യൂ ഏതൊക്കെയാണ്? ഏതൊക്കെ കൊടുത്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്? എക്ക് 2ഉം ബിക്ക് -1ഉം. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ എഴുതാം? x + 2 × x - 1 = 0 അല്ലേ. എക്സിന് നോക്കി നോക്കാം. നമുക്ക് +2 × -1 2 × 1 2 പ്ലസ് ഇൻറ്റു മൈനസ്. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -2 കിട്ടി. അത് കഴിഞ്ഞ് ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 2 - 1 എന്താണ്? 1 അല്ലേ. ഇവിടെ 1 അല്ലേ. 1 കിട്ടിയല്ലോ. അപ്പൊ ഇത് ഓക്കെ അല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്? x + 2 = 0 and x - 1 = 0. ഇതിൽ നിന്ന് x = എന്ത് വരും? +2 അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. ആൻഡ് x = -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. അപ്പൊ സൊല്യൂഷൻ ഏതൊക്കെയാണ്? എക്സിന്റെ സൊല്യൂഷൻ -2 1 ആണ് അല്ലെ. ഇതിന്റെ സൊല്യൂഷൻ -2 1 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ റോസ്റ്റർ ഫോം ആണ്. റോസ്റ്റർ ഫോമിലാണ് എഴുതേണ്ടത്. റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതേണ്ടത്? സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇതിനെ അകത്ത് എഴുതുക, കോമായിട്ട് അകത്ത് എഴുതുക. എങ്ങനെ വരും? -2, 1 സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു.
ഇത്രയേ ഉള്ളൂ ആൻസർ. സിമ്പിൾ അല്ലേ? ഇതിനെ തന്നെ രണ്ടാമത്തെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതായത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോമിലല്ലേ. അപ്പൊ ഇത് കമ്പയർ ചെയ്ത് നോക്കുക. എയുടെ സ്ഥാനത്ത് എന്താണ് തന്നിട്ടുള്ളത്? a ഈക്വൽ ടു 1. അതായത് x² കോഎഫിഷ്യന്റ് എത്രയാണ്? 1. അടുത്ത് b യുടെ ആണെങ്കിലോ അതും 1. c ആണെങ്കിലോ c ഈക്വൽ ടു -2. ഇങ്ങനെ വരുവാണെങ്കിൽ x കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഇതാണ് ഫോർമുല. ഇനി ഇതിൽ കൊടുത്തു നോക്കാം. ബിയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം. മൈനസ് ഫോർമുലയിൽ ഉള്ളതാണ്, മൈനസ് കൊടുത്തു. ബിയുടെ സ്ഥാനത്ത് 1 പ്ലസ് ഓർ മൈനസ് √1² മൈനസ് 4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് -2 ബൈ 2 ഇൻറ്റു 1 2a ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് 1ന്റെ സ്ക്വയർ 1. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. 4 into 8 by 2 equal to -1 plus or minus √9 by 2. അല്ലേ? -1 plus or minus √9 സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 അല്ലേ? 3 equal to 2 equal to -1 plus 3 by 2 and -1 minus 3 by 2. എന്ത് വരും? 2/2 മൈനസ് 4/2. അതായത് 2/2 എന്ന് പറയുന്നത് 1 ആണ്, -2. നേരത്തെ കിട്ടിയ ആൻസർ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇതും എന്താണ്? ഇത് തന്നെയാണല്ലോ, അത് തന്നെയല്ലോ കിട്ടുന്നേ. ഏതാണ്? -2 1 ആണ്. അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യത്തെ മെത്തേഡും യൂസ് ചെയ്യാം, ഈ മെത്തേഡും യൂസ് ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതി. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. The set of all x such that x is a positive integer and x² less than 40 in roster form. ഇതെന്താണ് തന്നിരിക്കുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതെന്ത് ഫോമിലാണ് തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡിലാണ് തന്നിരിക്കുന്നത് അല്ലെ. The set of all x such that x is a positive integer and x² less than 40 അല്ലെ. അതിനെ എന്താക്കി മാറ്റണമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോസ്റ്റർ ഫോമിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ സെന്റൻസ് വായിച്ചു നോക്കുക, അതിൽ നിന്ന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് എന്തോന്ന്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ടീഷൻ എന്താണ്? x² less than 40. എക്സിന് ഓരോ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും എന്തേ ആവാൻ പാടുള്ളൂ? 40നേക്കാളും ചെറിയ നമ്പറേ ആവാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്പറായ 1 കൊടുത്തു നോക്കാം. 1ന്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. 1 എന്ന് പറയുന്നത് 40നേക്കാളും ചെറുതല്ലേ? അപ്പൊ നമുക്ക് എഴുതാലോ 1 എഴുതാലോ. അടുത്ത 2 കൊടുത്തു നോക്കാം. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 എന്ന് പറയുന്നത് 40നേക്കാളും ചെറുതാണ്. അപ്പൊ നമുക്ക് 2ഉം എഴുതാം. അടുത്ത നമുക്ക് 3 കൊടുത്തു നോക്കാം. 3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ്. 40നേക്കാളും ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് 3ഉം എഴുതാം. അടുത്ത ഏത് കൊടുക്കാം? 4 കൊടുത്തു നോക്കാം. 4ന്റെ സ്ക്വയർ 16 ആണ്. 40നേക്കാളും കുറവാണ്. അപ്പൊ 4ഉം എഴുതാം. അടുത്ത 5ന്റെ സ്ക്വയർ ആണെങ്കിലോ 25 ആണ്. 40നേക്കാളും ചെറുതാണ്. അപ്പൊ 5ഉം എഴുതാം. അടുത്ത 6 കൊടുത്താലോ 6ന്റെ സ്ക്വയർ 36 ആണ്. 40യേക്കാളും ചെറുതാണ്. അപ്പൊ 6ഉം എഴുതാം. ഇനി 7 കൊടുത്തു നോക്കാം. 7ന്റെ സ്ക്വയർ എന്താ? 49 ആണ്. 40യേക്കാളും ചെറുതാണോ? ഇല്ല. അപ്പൊ നമുക്ക് ഏതുവരെ എഴുതാൻ പറ്റുള്ളൂ? 6 വരെ എഴുതാൻ പറ്റുള്ളൂ. 7 മുതൽ നമുക്ക് എഴുതാൻ പറ്റില്ല. 40യേക്കാളും വലിയ നമ്പേഴ്സ് ആയി പോകും. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? സെറ്റിനകത്ത് 1 2 3 4 5 6 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമോ? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് സെറ്റ് A equal to സെറ്റിനകത്ത് 1 4 9 16 25 etc. in set builder form. എന്താണ് ക്വസ്റ്റ്യൻ? എന്ത് മെത്തേഡിലാണ് തന്നിരിക്കുന്നത്?
റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന് എന്ത് മെത്തേഡിൽ എഴുതണം? നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതും? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ എഴുതണേ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അല്ലെങ്കിൽ 2 ഡോട്ട് ഇട്ടാലും മതി, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ. ഇനി ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. എന്താണ് പ്രത്യേകത? 1, 4, 9, 16, 25 എക്സെട്ര. എന്താണ് തന്നിരിക്കുന്നതിന്? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 അല്ലേ? അടുത്ത ഏതാ? 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത് 3 സ്ക്വയർ 9, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 5 സ്ക്വയർ എന്ന് പറയുന്നത് 25, അങ്ങനെ എക്സെട്ര എന്ന് പോകും അല്ലേ. അതായത് എന്ത് പറയുന്ന നമുക്ക്? എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ അല്ലേ. നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. അതായത് നാച്ചുറൽ നമ്പർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. കാരണം ഏതിന്റെയെങ്കിലും നമ്പർ, ഇൻഡിജറിന്റെ നമ്പർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജർ ആയി പോകും. ഇവിടെ 0 ഇല്ല, അപ്പൊ നമുക്ക് ഇൻഡിജർ പറയാൻ പറ്റില്ല. അപ്പൊ നാച്ചുറൽ നമ്പർ ഏത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1ന്റെ സ്ക്വയർ ഏതാണ്? 1 ആണ്. അതിന്റെ സ്ക്വയറുകളാണ് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി വേറെ രീതിയിൽ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? x such that x equal to n square, comma n belongs to n. ഇങ്ങനെ എഴുതിക്കൂടെ? x equal to n square. n എന്ന് പറയുന്നത് n-ല് belongs to ആണ്. അതായത് n, ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഇനി belongs to അല്ലെങ്കിൽ എലമെന്റ് ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കാം. അതിന് നമുക്ക് എലമെന്റ് അല്ലെങ്കിൽ belongs to എങ്ങനെ പഠിക്കാം? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ a എന്ന് പറയുന്ന സെറ്റ് 2, 3, 5 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. ഇതില് 3 എന്ന് പറയുന്ന നമ്പർ ഇതില് എലമെന്റ് ആണോ അല്ലയോ? എലമെന്റ് ആണല്ലോ, അതായത് അംഗമാണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ആണ് ഇത്, എലമെന്റ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്ന് പറയും. 3 ബിലോങ്സ് ടു എ. 3 എന്ന് പറയുന്നത് എയില് എലമെന്റ് ആണ്. ഇനി നമുക്ക് 10 എടുത്തു നോക്കാം. 10 ബിലോങ്സ് ടു ആണോ? അല്ല, 10 നോട്ട് ബിലോങ്സ് ടു എ. 10 എന്ന് പറയുന്നത് എയില് ബിലോങ്സ് ടു അല്ല. അപ്പൊ മനസ്സിലായല്ലോ എലമെന്റ് എന്ന് പറഞ്ഞ. അപ്പൊ ഈ n എന്ന് പറയുന്നത് ഏതാ? നാച്ചുറൽ നമ്പർ. n ഇവിടെ പറഞ്ഞിട്ടുണ്ട്. n എന്ന് പറയുന്നത് ഏതിൽ ബിലോങ്സ് ടു ആണ്? ക്യാപിറ്റൽ n-ന് ബിലോങ്സ് ടു ആണ്. ക്യാപിറ്റൽ n സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1 കൊടുത്തു നോക്കാം. 1 സ്ക്വയർ 1 കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് 2, n-ന് 2 കൊടുക്കാം. 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലായല്ലോ. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നേ ഇത് 2 രീതിയിൽ എഴുതാം. എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് പറയാം? എക്സ് ഈക്വൽ ടു n സ്ക്വയർ, കോമ സ്മോൾ ലെറ്റർ n ബിലോങ്സ് ടു ക്യാപിറ്റൽ n എന്നും കൂടെ എഴുതണം. മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി സെറ്റ്. സെറ്റിനകത്ത് 1/2, 2/3, 3/4, 4/5, 5/6, 6/7 ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഴുതും. ഇനി നമുക്ക് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കാം. നോക്കിയോക്കെ, ഈ 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ 2 കിട്ടുന്നേ. അടുത്ത് എന്താണ് ഇതിന്റെ പ്രത്യേകത? അടുത്ത നമ്പേഴ്സ് നോക്കാം. 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ 3 കിട്ടുന്നേ. അടുത്തേതാ? 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് ഡിനോമിനേറ്റർ കിട്ടുന്നത്. അതായത് എല്ലാ ന്യൂമറേറ്ററിന്റെയും കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡിനോമിനേറ്റർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്കിതിനെ? x ഈക്വൽ ടു n ബൈ n പ്ലസ് 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതിക്കൂടെ? നോക്കി നോക്കാം. നമുക്ക് n-ന് 1 കൊടുത്തു നോക്കാം. അതിന് പുറമെ വേറൊന്നും കൂടെ എഴുതണം. എന്താണ്? n എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണ്, അതായത് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മുതലാണ്? 1 മുതലാണ്. n-ന് നമുക്ക് 1 കൊടുക്കാം. 1/1 പ്ലസ് 1, 1/2 കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ഏതാണ്? 2/3, എന്ത് 2/3 കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് 3 കൊടുത്തോ. 3/4 കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് 4 കൊടുക്കാം. 4/4 പ്ലസ് 1 എന്താണ്? 5. അടുത്ത് 5 കൊടുത്താലോ. 5/5 പ്ലസ് 1 എന്ന് പറയുന്നത് 6. അപ്പൊ 5/6. അടുത്ത് 6 കൊടുക്കാം. 6/6 പ്ലസ് 1 ഈക്വൽ ടു 7. അപ്പൊ 6/7 കിട്ടി. ഇനി അടുത്ത് നമുക്ക് 7 കൊടുക്കാൻ പറ്റുമോ? നോക്കി നോക്ക്.
7 plus 1 എന്തായി മാറും? 7/8 ആവും അല്ലേ? അത് നമ്മുടെ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. അതായത് 6/7 വരെ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ലിമിറ്റ് എഴുതിയത്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 1 മുതൽ 6 വരെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ റോസ്റ്റർ ഫോമിൽ കിട്ടുന്നത്, അതായത് സെറ്റ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. A equal to the set of all x such that x is a positive integer and is a divisor of 18. അതായത് 18ന്റെ ഡിവൈസർ ആയ പോസിറ്റീവ് ഇന്റിജർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് എന്ത് മെത്തേഡാണ്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് മെത്തേഡിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ 18ന്റെ ഡിവൈസർ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഏതെങ്കിലും നമ്പറിനെ ഈ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. അതായത് ശിഷ്ടം 0 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 18ന്റെ ഡിവൈസർ ഏതൊക്കെ വരും? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമല്ലോ. അപ്പൊ A ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സെറ്റിനകത്ത് 1 എഴുതാം. അടുത്ത ഏതെഴുതാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമല്ലോ. അപ്പൊ 2 എഴുതാം. അടുത്ത 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. 3 എഴുതാം. അടുത്ത 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ 18നെ? ഇല്ല. അപ്പൊ 4 എഴുതാൻ പറ്റില്ല. അടുത്ത 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ? ഇല്ല, കിട്ടുന്നില്ല, 0 കിട്ടില്ല. അപ്പോ 5 എഴുതാൻ പറ്റില്ല. 5 ഡിവൈസർ അല്ല 18ന്റെ. അടുത്ത 6 ആണെങ്കിലോ 6 ഡിവൈസർ അല്ല 18ന്റെ. അപ്പൊ 6 എഴുതാം. അടുത്ത ഏത് നമ്പർ എഴുതാം? 7 എഴുതാൻ പറ്റില്ല, കാരണം 18ന്റെ ഡിവൈസർ അല്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടില്ല. അടുത്ത ഏത് എഴുതാം? 8 എഴുതാൻ പറ്റുമോ? ഇല്ല. അടുത്ത ഏത് എഴുതാൻ പറ്റും? 9 എഴുതാൻ പറ്റും. അടുത്ത ഏതാണ് എഴുതാം? 18 എഴുതാം. മനസ്സിലായല്ലോ? അതായത് 1 2 3 6 9 18 ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ഈ 18നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശിഷ്ടം 0 കിട്ടും. അതായത് 18നെ പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ A ഈക്വൽ ടു സെറ്റ് 1 2 3 6 9 18 ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് നോക്കാം. B equal to the set of all x such that x is an integer x square minus 9 equal to 0. അതായത് ഇന്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. x square minus 9 equal to 0. നമുക്കറിയാം ഒരു ഫോർമുല. a square minus b squareന്റെ ഫോർമുല എന്താണ്? a plus b into a minus b. ആ ഫോർമുല ആക്കാമല്ലോ ഇതിനെ. അതായത് x square minus 9നെ 3 square എന്ന് എഴുതാമല്ലോ. 3 square equal to 0. ഇത് a square minus b square ഫോം ആയി. അതായത് a plus b into a minus b. a യുടെ സ്ഥാനത്ത് x, b യുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? x plus 3 into x minus 3 equal to 0. ഇതിന്റെ അർത്ഥം എന്താണ്? x plus 3 equal to 0 and x minus 3 equal to 0. ഇതിന്റെ മീനിങ് എന്താണ്? x plus 3 equal to 0 ആണെങ്കിൽ plus 3 അപ്പുറത്ത് പോകുമ്പോൾ minus 3 ആവും. x equal to minus 3 and x minus 3 equal to 0. അപ്പൊ x equal to എന്തായി മാറും? x equal to 3 ആവും. അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് എത്രയൊക്കെ കിട്ടി? -3ഉം 3ഉം കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് x is an integer എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റീജർ ആയതുകൊണ്ട് നമുക്ക് -3ഉം 3ഉം എഴുതാം. ഇനി ഇതിന്റെ റോസ്റ്റർ ഫോം ആണ് എഴുതേണ്ടത്. അപ്പൊ -3ഉം 3ഉം എന്ന് പറയുന്ന ഇന്റീജർ ആണ്. ഇന്റീജർ അല്ല, ഇപ്പൊ നാച്ചുറൽ നമ്പർ ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് എടുക്കാൻ പറ്റുള്ളൂ? റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ 3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇന്റീജർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് -3ഉം 3ഉം എടുക്കാം. അപ്പൊ റോസ്റ്റർ ഫോം ഇങ്ങനെ എഴുതാം. സെറ്റിനകത്ത് -3, 3. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. C equal to the set of all x such that x is an integer x plus 1 equal to 0. x എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. x plus 1 equal to 1. അപ്പൊ എന്ത് എഴുതാം? x plus 1 equal to 1. x equal to എന്ത് എഴുതാം? 1 minus 1 equal to എന്ത് കിട്ടും? x ന്റെ വാല്യൂ 0 കിട്ടും. അപ്പൊ 0 എന്ന് പറയുന്നത് ഇന്റീജർ അല്ലേ? അപ്പൊ നമുക്ക് ഇത് റോസ്റ്റർ ഫോമിൽ എന്ത് എഴുതാം? സെറ്റിനകത്ത് 0 എന്ന് എഴുതാം. 0 ഇന്റീജർ ആയതുകൊണ്ട് നമുക്ക് സെറ്റ് 0 എന്ന് എഴുതാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
D equal to the set of all x such that x is a letter of the word principal. അതായത് ഒരു വേർഡ് ആണ് തന്നിരിക്കുന്നത്. പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ഫോമിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. പ്രത്യേകം ഓർക്കണം, എന്താണ് സെറ്റിനകത്ത് എഴുതുമ്പോഴത്തേക്ക് റിപ്പീറ്റ് പാടില്ല. അപ്പൊ സെറ്റിനകത്ത് എഴുതുമ്പോൾ വേർഡ് തരുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ്? പി, പ്രിൻസിപ്പലിന്റെ ആദ്യത്തത് പി എഴുതി, കോമ ആർ, കോമ ഐ, കോമ എൻ, കോമ സി. അടുത്ത് വീണ്ടും ഐ വരുന്നുണ്ടല്ലോ, അത് എഴുതോ? ഇല്ല, കാരണം എന്താ? അത് റിപ്പീറ്റ് ആയിപ്പോ ഐ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി പി എഴുതോ? ഇല്ല, അതും എഴുതി കഴിഞ്ഞു. എ എഴുതുമല്ലോ, ഏതിൽ എഴുതിയിട്ടില്ലല്ലോ, അപ്പൊ എ എഴുതാം. അടുത്ത് എൽ എഴുതാമല്ലോ, എൽ എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തോന്നാണ്? സെറ്റിനകത്ത് പി, കോമ ആർ, കോമ ഐ, എൻ, കോമ എൻ, കോമ സി, കോമ എ, എൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തുള്ള ബാക്കി പോർഷൻ, ടെക്സ്റ്റിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.